ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഏഴിക്കരയിലാണ്. അപ്പോൾ നമ്മുടെ അനൂപേട്ടൻ്റെ നാടാണ് ഏഴിക്കര. അപ്പോൾ അവിടെ മീൻപിടുത്തം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി പോകണേണ്. ബാക്കി ഷാൻചേട്ടൻ പറയും. ഓക്കെ. ഹലോ, ഞങ്ങൾ ഏഴിക്കരയിൽ അനൂപിൻ്റെ നാട്ടിൽ വന്നേക്കാണ്. അനൂപിൻ്റെ നാട്ടിൽ അവിടെ ഇന്ന് മീൻപിടുത്തം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളൊന്ന് ജസ്റ്റ് കാണാനും നമ്മുടെ പുതിയ ചാനലായ മിറാക്കിൾ യൂണിവേഴ്സ് 121 അത് അപ്ലോഡ് ചെയ്യാൻ അതിൻ്റെ ബ്ലോഗായിട്ട് ഞങ്ങളത് ഇടുന്നതായിരിക്കും. അത് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. വളരെ എന്താ പറയുക, നിസ്സാരമായ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഞങ്ങൾക്ക്. അത് നിങ്ങൾ ഞങ്ങൾ നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല ഷോർട്ട് ഫിലിമുകൾ, വ്ലോഗ് ഒക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ഞങ്ങളെ ചാനൽ വളർത്തി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അതെ, ഇത് അനൂപിൻ്റെ നാടാണിത്. ഏഴിക്കര എന്ന് പറയുന്ന നാടാണിത്. ഏഴിക്കരയിൽ അടിപൊളി നല്ല നല്ല രസകരമായ സ്ഥലമാണിത്. ഭയങ്കര ഗ്രാമീണത നിറഞ്ഞ പുഴകളും ഈ പാടങ്ങളും എന്താ പറയുക, ഈ അങ്ങനെയുള്ള ഭയങ്കര രസകരമായ സ്ഥലമാണ് ഇത്. അതൊരു നടപ്പ് വഴിയാണിത്. ശരിക്കും നടപ്പ് വഴിയാണ്. ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അനൂപ് മീൻ പിടിക്കുന്ന സ്ഥലത്തേക്കാണ്. അതായത് അനൂപിൻ്റെ അച്ഛനും ജ്യേഷ്ഠനും അളിയനും ഈ ജ്യേഷ്ഠൻ്റെ മക്കൾ പിന്നെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി മീൻ പിടിക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ഞാൻ അതിൻ്റെ എല്ലാ വീഡിയോസും മീൻ പിടിക്കുന്നതും ഈ എടുക്കുന്നതും എല്ലാനും ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. നിങ്ങളത് കാണണം, സപ്പോർട്ട് ചെയ്യണം. കിട്ടുകൾക്ക് ഏപ്രിലാണ്. ഇത് മീൻപിടുത്തമാണ്. ഏപ്രിൽ മാസത്തിലാണ് കിട്ടുകൾക്ക്. അതിന് തെറ്റിപ്പോയതാണ്. ഇത് മീൻപിടുത്തമാണ്. ഓക്കെ, നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഭയങ്കര ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങളാണ്. ഭയങ്കര രസമാണത്. ഏഴിക്കര എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ഗ്രാമമാണ്. പിന്നെ ഭയങ്കര രസമാണ്. പക്ഷേ പറയും നമുക്ക് അവരൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, അനുവേട്ടൻ്റെ ചേട്ടനാണ്. പിന്നെ അപ്പുറത്തേക്കാണ് അളിയനാണ്. അച്ഛൻ അനുവേട്ടൻ്റെ അച്ഛനാണ്. കുടുംബക്കാർ മൊത്തം ഉണ്ട്. അപ്പോൾ അവരുടെ മീൻപിടുത്തമാണ് കാണുന്നത്. പിന്നെ അവരുടെ ഫ്രണ്ട്സാണ് കാണുന്നത്. അതൊക്കെ മീൻ കാണിച്ചു തരാം. ഒരു പിടിച്ച മീനാണ്. ഞാൻ വേറെ വീഡിയോ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിടുന്നുണ്ട്. ഞാൻ പിടിച്ച മീനാണ് കാണുന്നത്. കണ്ടോ, ഭയങ്കര രസമാണ്. കണ്ടോ, ഇതിൽ കരിമീനുണ്ട്. ഭയങ്കരമായ കരിമീനുകളുണ്ട്. അതെ, ഒന്ന് മാഷ എടുത്തോട്ടാ. പിടിച്ച മീൻ മീൻപിടുത്തം തുടങ്ങാൻ പോണതാണ്. മീൻപിടുത്തം തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ആശാനും ശിഷ്യന്മാരും കൂടി വല വയ്ക്കാനുള്ള പരിപാടിയിലാണ്. വാവ്, എന്നല്ലേ. ഇതിൽ വെള്ളം പറ്റി കിടക്കണ ഒരു കെട്ടാണ് ഈ കാണുന്നത്. അതായത് വേനലായിട്ടായിരിക്കണം വെള്ളം പറ്റി കിടക്കണതിൽ. അങ്ങനെ അതെ 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 അതെ. അച്ഛനും ചേട്ടനും അളിയനൊക്കെ ഇറങ്ങാൻ പോകണതാണ്. ഇങ്ങനെ കുളിര് കേൾക്കുന്നൊരു കാഴ്ചകളാണ് ഇതെല്ലാം. ഭയങ്കര രസം. കൊച്ചുമാടങ്ങളാണ് അതൊക്കെ. ഇത് ഇവിടെ രാത്രി സ്റ്റേയിങ് ഉണ്ടാവും. ആരെങ്കിലും അതിൽ താമസിക്കും രാത്രി സമയങ്ങളിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ വളർത്തുന്നത് കൊണ്ട് തന്നെ അതാരും പിടിക്കാതിരിക്കാനും പിന്നെ തൂമ്പിൻ്റെ ഈ കയറ്റിറക്കവും വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കെ ആയിട്ടൊക്കെ ഈ ആളുകളവിടെ താമസിക്കും. അതിന് വേണ്ടിയിട്ട് കിട്ടിയേക്കുന്ന മാടങ്ങളാണ് അതൊക്കെ. ഇത് ഈ ചെറിയൊരു സംഭവമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ TV, ഫാൻ, ഗ്യാസ് അങ്ങനെയുള്ള സംഭവം ഞാനത് നിങ്ങളെ കാണിച്ചിരുന്നു. ഏകദേശം അടുക്കാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അത്രയും ദൂരത്തുനിന്ന് ഇവിടെ തൊട്ടടുത്തോട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. വേണ്ട ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഏകദേശം അടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കണ്ട ഇത്രയേ ഉള്ളൂ. ഇനി ഓക്കെ, കണ്ടോ, തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഞാനേതായാലും ഇത് കുറച്ചും കൂടി വട്ടെത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. കാരണം ഇത് ഇങ്ങനെ എത്തുന്നത് വരെയും കാണിച്ചിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. പക്ഷേ ആനക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യണേ. അതെ അതെ. ആ പോട്ടെ.
നമ്മളെ അല്ല ബ്രോ ഇതിപ്പോൾ അങ്ങനെ കലക്കെത്തിച്ച് അല്ലേ എങ്ങനെയായിരുന്നു നമ്മളിപ്പോൾ വലിച്ചു കയറ്റിയ മുളയാണിത്. ഒരുപാട് നാളത്തി വെള്ളത്തിൽ കിടന്നതാണ്. ഇതിൽ മൊത്തം കല്ലുമ്മക്കായ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം. കണ്ട വളരണ ഉള്ളത് ചെറുതാണ്. നോക്കി വലിയ കല്ലുമ്മക്കായ കാണാം. ഒക്കെ വലുതാണ് കാണുന്നത്. കണ്ട കിടക്കുന്നൊക്കെ കല്ലുമ്മക്കായാണ്. ചെളിയിൽ കിടക്കുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്താലേ അത് വേർതിരിച്ച് കാണാൻ പറ്റുള്ളൂ. കണ്ട ഇത് നോക്കി തൂമ്പെന്ന് പറയുന്നതാണ്. ഇത് തൊട്ടടുത്തുള്ള കെട്ടിയിൽ നിന്ന് ഇപ്പുറത്തെ കെട്ടിലേക്ക് വെള്ളം കയറ്റണ സംവിധാനം കാണും. ഈ കാണുന്ന കെട്ടിയിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിലേക്ക് ഇങ്ങനെ പോകുന്നത് കെട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എല്ലാവരും കൂടിയിട്ടുണ്ട്. മീൻപിടുത്തം അതേ ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മീൻപിടുത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കി രസമുണ്ടല്ലേ? ഇതൊക്കെ എല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ. മീൻപിടുത്തം അടുക്കാറായിട്ട് എല്ലാവരും കൂടിയിട്ടുണ്ട്. ഒരു ഞണ്ട്, ചെറിയൊരു ഞണ്ട് ഒരാളുടെ കയ്യിൽ. നോട്ടെ ഞാൻ തോട്ടെ ഇത് വേണ്ട ചെറിയൊരു ഞണ്ട്. എൻ്റെ കാര്യം കടിപ്പിക്കില്ല. അടിപൊളി എല്ലാവരും ഇതൊക്കെ ഇത്രയും വലിയ പുഴയിൽ നിന്ന് കെട്ടിന്ന് അവർ വല അടുപ്പിച്ചടുപ്പിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നത് ഈ ഒരു മൂലയ്ക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോ ഭയങ്കര രസകരമായ ഒരു കാഴ്ചയാണ്. മനസ്സിന് കുളിർമ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ഇതൊക്കെ വാവ് കണ്ട ഒരു ഭയങ്കര കാഴ്ചയാണ്. അപ്പോൾ നോക്കി അടിപൊളി വാവ് സൂപ്പർ അടിപൊളി രംഗങ്ങൾ നോക്കി. ഇതാണ് ലൈവ് മീൻ. ഒന്ന് കാണിച്ചേ ബ്രോ എടാ ഒന്ന് ഫോട്ടോ കാണിച്ചേ. ആ ഇതാണ് മട്ട്. ഓക്കെ അടിപൊളി ഓക്കെ കിട്ടും. എടാ ഇങ്ങനെ വിളിച്ച് അടിപൊളി ഇതാണ് ഇവർ താമസിക്കുന്ന അയ്യർമാടം. കണ്ടോ സമയം രാത്രി 11 മണിയായി. ഇതുവരെയും മീൻപിടുത്തം കഴിഞ്ഞിട്ടില്ല. രാവിലെ ഒരു നേരം വെളുക്കുന്ന ഒരു 6 മണിക്ക് കെട്ടിലിറങ്ങിയിട്ട് രാത്രി 11 മണിയായിട്ടും മീൻപിടുത്തം കഴിഞ്ഞിട്ടില്ല. കാരണം അവർ നാളെ നേരം വെളുത്തേ അവർ കെട്ടിൽ നിന്ന് കയറുള്ളൂ. ഇനിയും ഒരു കെട്ട് മീൻപിടുത്തമുണ്ട്, അത് തുടങ്ങിയിട്ടില്ല. മീനൊക്കെ വേർതിരിച്ച് അത് കൊട്ടകളിലാക്കി ഐസൊക്കെ ഇട്ട് വെച്ചതിന് ശേഷമാണ് രണ്ടാമത് അവർ ആ കെട്ടിലോട്ടും കൂടി ഇറങ്ങുന്നത്. കുറച്ച് പേര് കെട്ടിലുണ്ട്, വലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലയെന്നുള്ള ചെറിയ മീനുകളൊക്കെ കളയുന്നു, അല്ലെങ്കിൽ അത് ഇതായി വലയ്ക്ക് സ്മെല്ല് വരാനാണ് അതൊക്കെ കളഞ്ഞ് ഒരു മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെമ്മീനുണ്ട്, കരിമീനുണ്ട്, പിലോപ്പിയുണ്ട്, പള്ളത്തിയുണ്ട്, പൂളാൻ, പൈപ്പി എന്ന് പറയും ചില സ്ഥലത്ത്. അങ്ങനെ പലതരം മീനുകളാണ്. പിന്നെ കുഞ്ചി ഒക്കെ ഉണ്ട്. ഓക്കെ ഇത് പൂളാനല്ലേ, പൈപ്പി എന്ന് പറയും.
ഇതിനെ മുറിച്ചിട്ടാ പിടിക്കും. മീൻ പിടിക്കണത്. ഇതിനെ നമുക്ക് പുളാങ്ക് പിടിക്കാൻ വെച്ചോ. ചെമ്മീൻ തീർന്ന് ഇതിനെ ചെറുതിനെ പിടിച്ച് പീസസ് ആക്കിയിട്ട് കൊടുത്തിട്ടാലും ഇത് സാധനം പിടിക്കും. ഹലോ ഗെയ്സ്, സമയം ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇവരേതായാലും ഇനിയിപ്പോൾ നേരം വെളുപ്പിന് ഈ മീൻപിടുത്തം കഴിയുള്ളൂ. അതിപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോൻ്റെ. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും.